നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മെസ്സിക്ക് വിശ്രമം കൊടുത്ത പോലെ എന്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വിശ്രമം കൊടുക്കുന്നില്ല റോബർട്ടോ മാർട്ടിനസ്? 41 വയസ്സുള്ള ആളല്ലേ ക്രിസ്ത്യാനോ റൊണാൾഡോ. എല്ലാ കളിയിലും 90 മിനിറ്റ് കളിപ്പിക്കുക എന്നുള്ളത്, അതുകൊണ്ട് എന്ത് ഗുണമാണ് ലഭിക്കുന്നത്? ചോദ്യം ഉയരുന്നുണ്ട്. മെസ്സി 5 ഗോൾ അടിച്ചതിന് ശേഷം കോച്ച് സ്കലോനി അദ്ദേഹത്തെ അടുത്ത കളിയിൽ 60 മിനിറ്റ് പുറത്തിരുത്തി. ഇന്നത്തെ കളിയിൽ വെറും 30 മിനിറ്റ് മാത്രമാണ് താരം കളിച്ചത്. കളിക്ക് ശേഷം ജേർണലിസ്റ്റുകൾ ചോദിക്കുന്നു, മെസ്സിയെ വിശ്രമിപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അദ്ദേഹത്തിന് 90 മിനിറ്റ് കളിക്കാൻ കഴിയില്ലേ? കോച്ചിൻ്റെ മറുപടി, 90 മിനിറ്റ് മെസ്സിക്ക് കളിക്കാമായിരുന്നു, അതിനുള്ള ഫിസിക്കൽ ഷേപ്പിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്, പക്ഷേ വിശ്രമം കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്ന്. ആ സമയം റോബർട്ടോ മാർട്ടിനസിനോട് ചോദിച്ചു, ലയണൽ മെസ്സിക്ക് സ്കലോനി വിശ്രമം കൊടുക്കുന്നു എന്നാണല്ലോ കേട്ടത്, കാരണം ഇത് അർജന്റീനയുടെ കളിക്ക് മുമ്പുള്ള ചോദ്യമാണ്. അതുപോലെ നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ റെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? റോബർട്ടോ മാർട്ടിനസിൻ്റെ മറുപടി കേൾക്കണം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കളിക്കാരെ തമ്മിൽ കമ്പയർ ചെയ്യാറില്ല, മെസ്സിയും ക്രിസ്ത്യാനോയും തമ്മിൽ ഞങ്ങൾ കമ്പയർ ചെയ്യാറില്ല. ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങൾ കോൺസ്റ്റൻ്റ്ലി എല്ലാ ഡാറ്റകളും ഇൻഫോർമേഷൻസും ഓരോ കളിയുടെ സമയത്ത് ലഭിക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവായിട്ട് ഞങ്ങൾ മോണിറ്റർ ചെയ്യും. ആൻഡ് ഓഫ് കോഴ്സ് ട്രെയിനിങ് സെഷനിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചില പൊസിഷനുകളിൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിമാൻഡ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഡിമാൻഡ്സ് ആവശ്യമുള്ള പൊസിഷനുകൾ ഉണ്ടാവും. ക്രിസ്ത്യാനോയുടെ റോൾ എന്താണ്? റൈറ്റ് പ്ലേസ് അറ്റ് ദി റൈറ്റ് ടൈം. അവിടെ അദ്ദേഹം എത്തണം, അതാണല്ലോ റോള്. അദ്ദേഹം വളരെ ഡിസിപ്ലിൻഡാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങിലും കാര്യങ്ങളിലുമൊക്കെ. അതോടൊപ്പം തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സിന് സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ ഒരു കൺസേണോ അല്ലെങ്കിൽ ഡിസ്കഷനിലൊരു ടോപ്പിക്കോ പോലുമല്ല. അദ്ദേഹം മികച്ച രൂപത്തിലാണ് ഫിസിക്കലി ആൻഡ് മെൻ്റലി അദ്ദേഹം മികച്ച രൂപത്തിലാണുള്ളത്. അപ്പം ചില ചേഞ്ചുകൾ അടുത്ത മത്സരത്തിൽ ചിലപ്പോൾ ചില ചേഞ്ചുകൾ വേണ്ടി വന്നേക്കും. പക്ഷേ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് വിശദമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ 100% ഫിസിക്കൽ റെഡിനെസ് ഇല്ലാത്ത പ്ലേയേഴ്സ് ഉണ്ടാവും, പക്ഷേ എല്ലാ ഇൻഫോർമേഷൻസും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് കോച്ച് പറഞ്ഞത്. ചുരുക്കത്തിൽ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞു, ലിയോ മെസ്സിയുടെ കാര്യവും ക്രിസ്ത്യാനോയുടെ കാര്യം തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനോയുടെ റോൾ എന്താണ്? അദ്ദേഹം കൃത്യമായിട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ എത്തുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വളരെ മികച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിൻ, അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡിസിപ്ലിനും വളരെ മികച്ചതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള സിറ്റുവേഷൻ വളരെ മികച്ചതാണ്. ഒരു റെസ്റ്റിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ കോച്ച് പറയുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.